ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്കൊരു ചായക്കടിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 4-5 പീസ് ഇറച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലില്ലാത്ത ഇറച്ചിയാണ്. അപ്പോൾ ഞാനത് അടുപ്പത്ത് വെച്ചുകാണ്ട് കുരുമുളകും ഉപ്പിട്ട് അടുപ്പത്ത് വെച്ചതിന് കേട്ടോ. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് അപ്പോൾ അടുപ്പത്തൊക്കെ കിടന്ന് കാണാൻ നല്ലാണ്ട് തിളച്ച് വറ്റിക്കണം കേട്ടോ. വെന്തൊക്കെ വറ്റിക്കണേ. അപ്പം ഇനി കുക്കറിൽ വേവിച്ചാലും മതി. അപ്പം ഞാൻ അടുപ്പ് കഴിഞ്ഞപ്പോൾ അടുപ്പുമ്മൽ ഇങ്ങനെ വെച്ചതിന് കേട്ടോ. കണലുമ്മൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വറ്റി പോയിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇറച്ചി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ആട്ടത് ഒരു 4-5 പീസ് ചിക്കന്. അപ്പോൾ അതൊക്കെ വെന്തിക്കണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിച്ച് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കേണ്ടത് ഒരു ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റേതായ ഒരു രീതിയിൽ ഒരു ചട്ടിപ്പത്തിരി എളുപ്പത്തിലും ഈസിയിലും ടേസ്റ്റിയിലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഞാനതൊക്കെ പിച്ചെടുത്തുക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സിയിലൊക്കെ ഇട്ട് അരക്കുമ്പോൾ പറ്റണ്ട് അരഞ്ഞ് പോകണേക്കാരം. അപ്പോൾ ഒരു 4 വലിയ ഉള്ളി എടുത്തുക്കണം കേട്ടോ. വലിയ ഉള്ളി ചെറുതായിക്കാണല്ലോ. അപ്പോൾ വില കൂടിയപ്പോൾ വലുത് ചെറുതായിക്കാണ്. അപ്പോൾ കുറച്ച് ഉള്ളിത്തണ്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൊടുത്തുക്കണ്. പിന്നെ ബാക്കി നമുക്ക് ഇങ്ങനെ പിറകെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയും ചെയ്യുക. കാണാത്തവർക്കും ഇനി അറിയണവർക്ക് മറന്നീനൊന്ന് കാണും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തുക്കണേ. നല്ല കുനുകുനാന്നരിഞ്ഞ ഉള്ളി. അപ്പോൾ അതൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തുക്കണേ. അപ്പോൾ അതിക്ക് പാകത്തിന് ഉപ്പും ഇട്ട് കൊടുത്തുക്കണേ കേട്ടോ. അപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയിക്കാരോ. അപ്പോൾ നമ്മളതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഉള്ളിത്തണ്ടും അതിക്കിട്ട് കൊടുത്തേക്കണേ. അപ്പോൾ ഇനി ഉള്ളി കുറവാണെങ്കിൽ ഇപ്പോൾ ഉള്ളിത്തണ്ടിന് നല്ല വില ആക്കത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യല്ലോ. അപ്പോൾ അതൊക്കെ അതിക്കിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വെന്താൽ മതി. അപ്പോൾ അത് ഒരു 2 മിനിറ്റ് നേരമൊക്കെ നമ്മൾ അടച്ച് വെച്ചുകാണ്ട് ഉപ്പിട്ടതല്ലേ. അപ്പോൾ അടച്ച് വെച്ച് നല്ലതായിട്ട് വേവിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുത്തേക്കണേ. അപ്പം ഇനി കുരുമുളകും പൊടിയാട്ടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിക്ക് കുരുമുളകും പൊടിയാണല്ലോ മുന്തി നിൽക്കേണ്ടത്. അപ്പോൾ പച്ചമുളകിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കുരുമുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ലേശം ഗരം മസാല ഇട്ട് കൊടുത്ത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയിട്ടിട്ട് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാനൊക്കെ കഴിയണത്. അപ്പോൾ അതാ ചിക്കന് അരിഞ്ഞ് വെച്ചത് പിച്ച് വെച്ചത് ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ അയക്കേണ്ട സെറ്റാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പ് അത് ഒരു 2 പൊടിയാറുണ്ട് കേട്ടോ. അതൊക്കെ കുറച്ച് കൂടുതലുള്ളത് നല്ലതാണ്. നല്ല ടേസ്റ്റ് കിട്ടിക്കോളും. അപ്പോൾ അതൊക്കെ അതിക്കിട്ട് കൊടുത്തേക്കണ്. ഇതുണ്ടാക്കാൻ ചിലവർ വിചാരിച്ചു ഭയങ്കര പണിയില്ലേന്ന്. ഇത് പണിയൊന്നുമില്ല കേട്ടോ. നല്ല ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അങ്ങനത്തെ ഒരു ടിപ്പാട്ടെ നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ടുകാണ്ട് നന്നായിട്ട് മിക്സാക്കിക്കാണ്ട് തീ നല്ല ലോ ഫ്ലെയിമിലാണ് ഇട്ടിക്കേണ്ടത്. അപ്പം ഇനി അതിൻ്റെ പണി കഴിഞ്ഞിരിക്കണ്. അതിന് അവിടെ നിന്ന് മൂടിയിരിക്കട്ടെ. അപ്പം ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി എടുത്തിക്കേണ്ടത്. അപ്പോൾ ഒന്ന് തരിച്ചെടുക്കുക. കുറച്ച് വലിപ്പമുള്ള ഗ്ലാസ്സാണ് കേട്ടോ. ഗ്ലാസ്സിന് ആണ് എടുത്തിക്കേണ്ടത്. ഇനി ഓരോരുത്തരെ കണക്കിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഉപ്പിട്ടുകാണ്ട് നമ്മൾ കുഴച്ചെടുത്തിക്കണം കേട്ടോ. ലേശം പിന്നെ ഓയിലും കൂട്ടിയിരിക്കണേ. അപ്പോൾ നമ്മളൊരു 6 പത്തിരിക്കുള്ളത് പിന്നെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ അതുകൊണ്ട് പരത്തിയെടുക്കുക. ഒരു ചെറുതായി പപ്പടപ്പത്തിരി ആക്കിയാണ് പരത്തിക്കാണ്ട് നമുക്ക് എല്ലാം ഉണ്ട് പരത്തി വെക്കട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ നമ്മൾ പരത്തിക്കണം. അപ്പം നമ്മൾ 6 പത്തിരി നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. പിന്നെ അത് ദോശയാക്കി ചുടും ചെയ്യല്ലോ. മൈദപ്പൊടിയും പിന്നെ മുട്ടയാക്കി കണ്ട് അപ്പം അതിനെക്കാട്ടി ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഉറപ്പും നെല്ലിയൊക്കെ ഉണ്ടാവും. മറ്റേതൊരു ഉറപ്പ് കുറവാണേക്കാരം. പണി എളുപ്പം എന്ന് പറഞ്ഞിട്ട് അതൊരു ഉറപ്പ് കുറവാണേക്കാരം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പത്തിരി വെക്കുന്നുണ്ട്, ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്, പൊടി അതിന് മേലെ വെതരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്.
ആ ബോയിലൊക്കെ നല്ല പറ്റണം കേട്ടോ, അല്ലഞ്ഞാലിത് പിന്നെ നമ്മളിത് പൊളിച്ചെടുക്കുമ്പോൾ മുറിഞ്ഞു പോകും. അതിനായിട്ട് നല്ല ഓയിൽ പറ്റുന്നുണ്ട്. അപ്പം നമുക്കതുണ്ട് നന്നായി കണ്ട് പരത്താം. 6 പത്തിരിയും കൂടി ഒന്നിച്ചുകൊണ്ട് പരത്താണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവില്ലേ, അപ്പം ഇപ്പം തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കേണ്ടത് നല്ലതല്ലേ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടീൻ്റെ മൂടി അതിനിങ്ങനെ അളവ് പിടിച്ചാൽ മതി കേട്ടോ. അതാണ് കേട്ടോ അതിന് അളവ് പാകം. അപ്പോൾ ഉണ്ടാക്കുന്ന ചട്ടി ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ മൂടിക്ക് ഇങ്ങനെ അളവ് എടുത്ത് കൊടുക്കുക. അപ്പോൾ ഒരു വിധം റെഡി ആക്കണം കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ പാൻ വെച്ചുകാണ്ട് ഒന്നണ്ട് ചൂടാക്കി എടുക്കുക. വല്ലാതെ വേവും വേണ്ട, വല്ലാതെ വെന്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നെരിഞ്ഞു പോവും. അപ്പോൾ വേവാതെ ഒരു 1/2 വേവിൽ നമുക്കുണ്ട് ചുട്ടെടുക്കട്ടോ. നമ്മളെ വീഡിയോക്ക് ഒന്നും ഇപ്പോൾ ആരും ലൈക്ക് ഇടണില്ല, എന്താണെന്നാവോ. വീഡിയോ ലൈക്ക് ഇടാൻ മാത്രം പോരാഞ്ഞിട്ടാണ് ഈ കാര്യം എന്ന് വിചാരിക്കണേ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കണ്ടറിഞ്ഞാണ്ട് ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ആ ലൈക്ക് ബട്ടൺമേൽ ഒന്ന് കയ്യമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് അപ്പോഴേക്കപ്പോഴേ എത്തും കേട്ടോ. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിക്കും ഒക്കെ ഒന്നിട്ടുകാണ്ട് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നമ്മൾ ആ ചൂടോടുക്കെ തന്നെ അതൊക്കെ ഒന്നുണ്ട് പൊളിച്ചെടുക്കുക. ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര പൈസ കേട്ടാ. ഇവിടെ ഒന്നും ഇപ്പോൾ അതിനൊന്നും ഏൽക്കാൻ ആളില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കേന്. മധുരമുള്ളതും ചിക്കൻ്റെതും ഒക്കെ ഉണ്ടാക്കാനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും അതിനുള്ള കോളേരുണ്ടാവില്ല. കോഴിക്കോടൊക്കെ ഇങ്ങനെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ഇപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ പത്തിരി ഓരോന്നായിട്ടാണ് പൊളിച്ചെടുത്തിക്കണം. ഒറ്റ പത്തിരിയും കേട് വരാതെ തന്നെ നമുക്ക് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ലേശം പൊടിയൊക്കെ കൂടുതൽ എടുക്കേണ്ടത് നല്ലതാണ്. ചിലപ്പോൾ കേട് വന്നോവും. കേട് വരുമ്പോൾ ആ പത്തിരി ഒഴിവാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിൻ്റെത് കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് റെഡി ആക്കണേ. അപ്പം ഞാനൊരു 5 മുട്ട എടുത്തിക്കണം കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള മുട്ടയാണ്. അപ്പോൾ മുട്ട എടുക്കണോടത്ത് പിസ്കരുത്. മുട്ട അത്യാവശ്യം വേണം. 5 6 ഒക്കെ വേണം കേട്ടോ. അത് കുറച്ച് വലുപ്പമുള്ളതായതുകൊണ്ട് 5 മേലെ നിർത്തിയേക്കണേ. അപ്പം ഞാൻ ലേശം കുരുമുളകും പൊടി, ഒരു ഉപ്പ് നുള്ളിട്ടാൽ മതി കേട്ടോ. എല്ലാത്തിലും ഉപ്പ് പൊടി ആകുമ്പോഴത്തേന് ഉപ്പ് കയറും. അപ്പോൾ ഒരു ശകലം ഉപ്പിട്ടുകാണ്ട് അതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഇത് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ പത്തിരിയായി മുക്കാനുള്ളതല്ലേ. അപ്പോൾ ലേശം വലിപ്പമുള്ള പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ചട്ടിയിൽ കുറച്ച് നെയ്യ്, നല്ല നെയ്യ് ഒന്ന് പറ്റി കൊടുക്കുകയാണ്. അതിൻ്റെ ആ ചുറ്റുപുറത്തൊക്കെ ഒന്ന് പറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നെയ്യ് ചട്ടി ഒന്ന് അടിയിലൊന്ന് പിടിക്കാതെ നിൽക്കാൻ. അപ്പോൾ ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. അതിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു ചട്ടി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുറേ കാത്തു നിൽക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ചട്ടി വാങ്ങി വെച്ചിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് 2-3 മാസമൊക്കെ ആയി. പിന്നെ ഓർമ്മയില്ലാതെ അങ്ങനെ ഇരിക്കേന്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇറച്ചി ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു 4 കഷ്ണം ഇറച്ചി കിട്ടിയപ്പോൾ എടുത്ത് വെച്ചതേന്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാണും ഇങ്ങനെ വെച്ചതേന് കേട്ടോ. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ, ഇഷ്ടപ്പെടുന്ന പലഹാരമാണ്. ഒരുവിധം പലഹാരമൊന്നും ഇവിടെ പറ്റൂല. ഏതെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാനൊന്നും പറ്റില്ല കേട്ടോ. ചിക്കനൊക്കെ ഇട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ആ മുട്ടയിൽ ഓരോരോ പത്തിരി മുക്കിക്കാണ്ട് ഇതിൽ പരത്തി കൊടുക്കുകയാണ്, വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേലെ നമുക്ക് നമ്മളെ ഈ ഫില്ലിങ് ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ നമ്മൾ ഈ പത്തിരിക്ക് ഇത് മുട്ടൻ്റെ ഇത് പാകമാണ് കേട്ടോ. അളവ് പാകമാണ്. 6 മുട്ടയ്ക്ക് 5 മുട്ടല്ലേ നമ്മൾ എടുത്തത്. 6 പത്തിരിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഒരേ ലെവലിൽ ആക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഇതുണ്ടല്ലോ ആ മുട്ടൻ്റെ ഇത്, അത് ഈ അരിവ് കൂടി ഇങ്ങനെ നമുക്കുണ്ട് ഒഴിച്ച് കൊടുക്കുക. അതിന് മേൽക്കൂടി അരിവ് കൂടി ഒക്കെ ഒന്നിട്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനോ ഒന്ന് സെറ്റാവാനാണ്.
നമുക്ക് മൂടിങ്ങാണ്ട് ഒരു പഴയ ഫ്രൈ പാൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടത് ഇറക്കി വെച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതൊരു 5 മിനിറ്റ് നേരം, ഒരു 7 മിനിറ്റ് നേരം ഇങ്ങനെ വെന്തോട്ടെ. പിന്നെ നമുക്കൊന്ന് വേറെ ഒരു പ്ലേറ്റ് വെച്ച് കാണാണ്ട് ഒന്ന് മറിച്ചിട്ട് കാണ്ട് ഒന്നും കൂടി വേവിക്കട്ടാ. അപ്പോൾ മറിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് കാണ്ട് വെന്തതാട്ടത്. അപ്പോൾ ഇതിന് ഓരോരുത്തർ ചായക്ക് വന്നിരിക്കുന്നുണ്ട്, ഞാനത് ഉണ്ടാക്കണമെന്നുള്ള ന്യൂസ് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ചൂടോടുക്ക എടുക്കാൻ അങ്ങനെ പറയാണ്. അപ്പോൾ ഞാൻ ചൂടോടുക്ക തന്നെ ഉണ്ടോ മുറിച്ചത്. അപ്പോൾ കുറച്ചും ചൂടാറിന് ശേഷം മുറിക്കണം, അപ്പോഴേ നമുക്ക് സുഖമായിട്ടാണ് മുറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചൂടോടുക്ക തന്നെ ഞാൻ മുറിക്കുകയാണ് കേട്ടോ. അയച്ചിട്ട് നന്നാവുകയൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഉറപ്പും നെല്ലിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അതിനത്ര വലിയ ചിലവൊന്നുമില്ലല്ലോ, ഒരു 2-3 കഷ്ണം ചിക്കൻ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. മധുരമുള്ളതാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യട്ടെ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴേ നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മൂഡൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അപ്പം തന്നെ തിന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങളൊക്കെ ചായ കുടിക്കണേ. അപ്പോൾ എല്ലാവരും കുട്ടികളും എല്ലാവരും കാക്കയൊക്കെ കുടിച്ച് പോയി. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല ഉറപ്പിലും നെല്ലിയിലൊക്കെ കിട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്